ഇത് കാട്ടുതകരയെന്ന് പറയുന്ന സാധനമാണിത്. ഇത് പിന്നെ നമുക്ക് ത്വക്ക് അലർജി, അങ്ങനെ അലർജി വരുമ്പോൾ മരുന്നുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ തോടിൻ്റെ സൈഡിലും ആറിൻ്റെ സൈഡിലും ഒക്കെയാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. അത് മതി. കയറുവാ നോക്കി കയറണേ. ഉണ്ടോ ഇങ്ങനെ തോടിൻ്റെ സൈഡിലും ആറിൻ്റെ സൈഡിലും ഒക്കെ ഇരിക്കും. ഇതാണ് സാധനമേ. അപ്പം നേരെ ഒന്ന് കാണിച്ചേ. കണ്ടോ, ഇതാ സാധനം. ഇതിൻ്റെ ചെറുത് നിൽക്കുന്ന കാണിക്കാവേ. ഇതുണ്ടോ, മാറിപ്പോയാൽ വേറെ സാധനമുണ്ട്. കാട്ടുതകര. അത് കുറച്ചൊരു കയറ്റമായിരുന്നു. ഇവിടെ വണ്ടി വെച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇങ്ങനെ ഇതുണ്ടോ, കുത്തനെ ഒരു കയറ്റമാണ്. ആ കയറ്റത്തിൽ നിന്ന് പറിച്ച് വണ്ടിയെ കൊണ്ട് വെച്ച് വീട്ടിൽ പോകണം. എന്നിട്ട് വൈകുന്നേരം മരുന്നുണ്ടാക്കാം. ചെറുതായിട്ട് നമുക്ക് അലർജിയോ ത്വക്കിന് പുറത്ത് ഏത് ഇതാണല്ലോ, ഇത് എവിടെയെങ്കിലും കാണുവാണെങ്കിൽ അന്നേരം പറിച്ച് ഒരു കുറച്ച് എണ്ണയ്ക്കകത്താണല്ലോ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എപ്പോഴേലും ഒരു പുഴു തൊടു ചെയ്താലും അതെടുക്കാൻ നല്ലതാണ്. ഞാൻ പിടിക്കണോ? പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നമ്മൾ പുറത്ത് വശത്ത് വല്ലതും കൊണ്ടൊന്നൊക്കെ കഴുകേണ്ട കാര്യമില്ല. ഇങ്ങനെ ഊരിയിട്ടേ ഇങ്ങനെ ഞാനിങ്ങനെ മിക്സിക്കകത്തോട്ട് ഇതിങ്ങനെ അരിഞ്ഞിട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് പിന്നെ നല്ലെണ്ണ ഒഴിച്ചാ അരക്കുന്നത്. അല്ല നമ്മൾ ഇതിന് കട്ടികൂടലുണ്ടോ അരകല്ല് വെച്ച് നല്ലപോലെ പയ്യെ നിന്ന് അരച്ചെടുത്താലും മതി. ഇത് പുഴുക്കടിക്ക് നല്ല മരുന്നാണ്. പുഴുക്കടി, ചുണങ്ങ് അങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിക്കും. പിന്നെ താരനൊക്കെ പിള്ളേർക്ക് കൂടുതലുള്ളവർക്ക് ഇത് ഇടിച്ച് പിഴിഞ്ഞ് ഭയങ്കര വീരി വന്ന് നമുക്ക് നേരെ തല തേച്ച് കഴിഞ്ഞാൽ തലയോട്ട് കൊള്ളും. അതുകൊണ്ട് തേങ്ങാപ്പാലിനകത്ത് ഇത് ഒരു 2 സ്പൂണ് ഇതിന് നീരെടുക്കുവാണെങ്കിൽ ഒരു 3-4 സ്പൂണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞത് തലയോട്ടി തേച്ച് നമുക്ക് ചെറുപയർ പൊടിയോ എന്തെങ്കിലും വെച്ച് ഒരു 7 ദിവസം അങ്ങനെ ചെയ്യണം. ഒരൊറ്റ താരനില്ലാതെ താരം പോവേ. പിന്നെ ഇത് നമ്മൾ പിന്നെ ഇതിന് പൂ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ കറി വെക്കാൻ എടുക്കുന്ന തകരക്കാട്ടിലും പിന്നെ ഇതിന് ഇലയ്ക്ക് വലിപ്പമുണ്ട്. കറി വെക്കാൻ എടുക്കുന്ന ഈ തകരയല്ല. ഇതിങ്ങനെ ജലാംശം ഉള്ളിടത്തൊക്കെ ഇങ്ങനെ ആറിന് തീരത്തൊക്കെ ഉണ്ടായി നിൽക്കും. ഇതിന് പൂ കാണാൻ നല്ല ഭംഗിയാണ്. അലങ്കാരത്തിനൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. എന്നിട്ട് ഇങ്ങനെ എണ്ണ ഒഴിക്കണം. വേറെ വെള്ളം ഇതിനകത്തുള്ള ജലാംശം അല്ലാതെ വേറെ വരൽ ഒത്തിരി നേരം പിടിക്കില്ലോ ഇത് ശരിയായിട്ട് വരാനായിട്ട്. ഈ തലയെ തേക്കേണ്ടവരാണെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത് കാച്ചി വെച്ചാൽ പിന്നെ ഇച്ചിരി അധികം ഇട്ട് കാച്ചരുത്, കുറച്ചിട്ട് കാച്ചി കഴിഞ്ഞാൽ നല്ലതാണ്. ഇതിനെ അരച്ചോണ്ട് വരണം. നമ്മൾ ഇതിങ്ങനെ എണ്ണ ഒഴിച്ച് അരച്ചിങ്ങനെ കൊണ്ടുവന്നു. ഇത്ര ഉണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇച്ചിരി ഏറെ ഉണ്ടാക്കുവാണെങ്കിലുണ്ടല്ലോ ഇരുന്നോളൂല്ലോ അവിടെ. കണ്ടോ ഇങ്ങനെ ഇത്ര ആയിട്ടുണ്ട്. ഇതിൻ്റെ പൂ കണ്ടോ ഇതിങ്ങനെ. ഇത് ഈ പുഴുക്കടിക്കൊക്കെ തേക്കുന്നതുകൊണ്ട് ഇതിനെ പുഴുക്കടിക്കൊന്നേന്നും പറയും. പിന്നെ പുഴുക്കടിയൊക്കെ ഉള്ളവർ ഇത് എടുത്ത് ഇതിൻ്റെ പിന്നെ ഇടിച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുത്തിട്ട് ചെറുനാരങ്ങായി തേച്ചാൽ മതി. പണ്ട് കാരണന്മാരൊക്കെ ഇത് എവിടെ കണ്ടാലും ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാക്കി വെക്കും. ഇത് എപ്പോഴും കാണത്തില്ലല്ലോ. ഇതിൻ്റെ പൂ കണ്ടോ നല്ല ഭംഗിയല്ലേ. ഓക്കെ, ഞാനൊരു പൂ പറിച്ചുകൊണ്ട് വന്നതാ. നല്ല ഭംഗിയുണ്ട്. നമ്മൾ കുറച്ച് നല്ലെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് ഇങ്ങോട്ട് ഒഴിക്കണം. ചിലർ ഇടിച്ച് പിഴിഞ്ഞതിൻ്റെ നീരെടുക്കും. അതിലും നല്ലതുണ്ടല്ലോ നമ്മളിങ്ങനെ നല്ലെണ്ണയ്ക്കകത്ത് ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഒന്നും കൂടെ അതിൻ്റെ സത്തെല്ലാം നല്ലപോലെ ഇറങ്ങി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് താരനൊക്കെ കൂടുതലാണെങ്കിൽ നമ്മളുണ്ടല്ലോ പിന്നെ ശകലം പിന്നെ തേങ്ങ ചിരണ്ടി അതിൻ്റെ എണ്ണ പിന്നെ പാലെടുത്തിട്ട് ശകലം നാരങ്ങായും കൂടെ കൂട്ടി തലയോട്ടി തേച്ച് പിടിപ്പിച്ച് കഴുകി കളഞ്ഞാലും നല്ലതാണ്. താരനുള്ള ആൾക്കാരെ
അങ്ങനെ ചെയ്താലും നല്ലതാ. ഇതിങ്ങനെ കണ്ടപ്പോൾ പണ്ട് കാരണന്മാരൊക്കെ ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എടുത്ത് ഉണ്ടാക്കി വെക്കും. ഇത് കണ്ടോ, അത് ശരിയായേ. കണ്ടോ, ഇങ്ങനെ ഈ പത ഇങ്ങനെ നിൽക്കും. പത നിൽക്കുമ്പോൾ നമ്മൾ ഊറ്റിയെടുക്കണം. നല്ല പച്ച കളറാ. ഞങ്ങളെ ഞാനും ബീനാച്ചേട്ടനും കൂടെ ചോറ്റി അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ഒരു തോടിന്റെ സൈഡിൽ നിന്നാണേ. അപ്പം ബീനാച്ചേട്ടൻ അവിടെ ഹോമത്തിന് പോയപ്പോൾ അത് കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി പറിച്ചുകൊണ്ട് വന്നത്. കണ്ടോ, ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ എടുത്തു വെച്ചാൽ എത്ര വർഷം കഴിഞ്ഞാലും കേട് വരികയില്ല. ആർക്കെങ്കിലുമൊക്കെ എപ്പോഴേലുമൊക്കെ എന്തേലുമൊക്കെ ഒരു ഇത് വരുന്ന നമുക്ക് കാണുമ്പോഴേ ശകലം ഒടിച്ചോണ്ട് പോയി ശകലേ ഉള്ള ഇച്ചിരി ആണേലും മതി, പിള്ളേരൊക്കെ ഉള്ളവർ ഉണ്ടാക്കി വെക്കണം. നല്ല പച്ച കളറാ എണ്ണ. എല്ലാവരും എൻ്റെ വീഡിയോ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കണേ. എന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ പാസ്വേഡ് അറിയാതെ അത് പോയി. രണ്ടാമത് ഞാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് ആറ് കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും നല്ലത് ഒരു ബിയറിന്റെ കുപ്പി കഴുകിയിട്ട് അതിനകത്ത് ചുമ്മാ ഒരു കമ്പ് ചെത്തി അടച്ചു വെച്ച് അവിടെ ഇരുന്നോളൂ. പിള്ളേരൊക്കെ എന്തേലും പുഴു കടിക്കുവോ എന്തേലുമൊക്കെ, നമുക്ക് മനുഷ്യരല്ലേ, നമ്മൾ പറമ്പിലൊക്കെ ഇറങ്ങുമ്പോൾ എന്തേലുമൊക്കെ നമുക്കൊരു ഇത് വരുവാണെങ്കിൽ ഒരു ശക്കലം തൊട്ട് തേച്ചാൽ മതി. അന്നേരം വളം കടിക്കും നല്ലതാ. കാലൊക്കെ നല്ലപോലെ തേച്ച് കഴുകിയിട്ട് തുടച്ചിട്ട് ഇത് പരട്ടിയിട്ട് കിടക്കണം. 2 ദിവസം കൊണ്ട് അതെല്ലാം മാറും. കണ്ടോ, അങ്ങനെ നമുക്കങ്ങനെ പണ്ട് കാരണന്മാരൊക്കെ ഇത് എവിടെ കണ്ടാലും പറിച്ച് ഉണ്ടാക്കി വെക്കും. എന്നാന്ന് വെച്ചാൽ ഇത് ഈ ആറിന്റെ സൈഡിലും ഞാൻ പിന്നെ ഉണ്ടല്ലോ അവിടുന്ന് ഒരു തൈയും കൂടെ വിനയച്ചേട്ടൻ പറിച്ചുകൊണ്ട് വന്ന് പറമ്പിൽ കൊണ്ട് വെക്കാനായിട്ട്. എപ്പോഴാണല്ലോ മനുഷ്യനൊക്കെ ഒരു ഉപകാരം വരുന്ന സാധനമല്ലേ പച്ചമരുന്നുകളൊക്കെ. അതുകൊണ്ട് ഇത്ര എണ്ണ കിട്ടി. ഇതിന്റെ അടിവശത്ത് തൊടാൻ മേല. എണ്ണ ശരിയായിട്ടുണ്ട്. നല്ല വൃത്തിയുള്ളൊരു തുണി എടുത്തിട്ട് വേണം പിഴിയാനേ. ചൂട് നല്ല ചൂടാ. ഇനിയിപ്പോൾ ഈ സൈഡിൽ കുത്തി വെക്കാം. അന്നേരം ബാക്കിയുള്ളത് ഇങ്ങനെ ഇത് വീഴുമ്പോൾ എടുക്കാം. തടയൊക്കെ വെച്ച് കൊടുക്കാം. അങ്ങനെ എണ്ണ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ആറ്റുതകര കാണുമ്പോൾ ആനത്തകര, ആറ്റുതകര, പിന്നെ പുഴുക്കടിക്കൊന്ന എന്നൊക്കെ ഇതിന് പേര് പറയും. അത് കാണുമ്പോഴേ ഒരു 2 3 തണ്ടാണെങ്കിലും പറിച്ച് ശകല എണ്ണയാണെങ്കിലും പിള്ളേരൊക്കെ ഉള്ളവർ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒത്തിരി ഉപകാരപ്പെടും.